തർക്കമില്ല. അങ്ങനെ തന്നെ സർക്കാർ ശരി ചിന്ത. ഞാൻ ലിബർട്ടിയിലേക്ക് വരാം. ലിബർട്ടി ബഷീർ, നിലവിൽ സിനിമാ മേഖലയെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഈ സംവിധാനം ഇതേപോലെ പോയാൽ ശരിയാവില്ല എന്നെല്ലാവർക്കും അറിയാം. ഇപ്പം AMMയുടെ കാര്യത്തിൽ ഈ ആഴ്ച തന്നെ എക്സിക്യൂട്ടീവ് യോഗം ചേരുമെന്നാണ് നമ്മൾ അറിയുന്നത്. ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി വിളിക്കും. AMMയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി താൽക്കാലികമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. മൊത്തത്തിൽ മലയാള സിനിമയൊന്ന് ആടി ഉലഞ്ഞിട്ടുണ്ട്. എങ്ങനെ എവിടെ പിടിച്ചുകൊണ്ട് കിട്ടും ലിബർട്ടി ബഷീർ? ഈ മലയാള സിനിമ നല്ല നിലക്ക് പോകണമെങ്കിൽ അതിൻ്റെ ഒരു മലയാള സിനിമയിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് ഒരു അധികാരം വേണം. അത് നമ്മൾ പല പ്രാവശ്യം അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ചേംബറിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് വരും, ചേംബറിലും പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് വരും എല്ലാ അനുമതി പത്രങ്ങളും ഗവൺമെൻറ്റിന് കിട്ടുന്ന ഒരു തരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് കടിഞ്ഞാണിടാൻ പറ്റും മലയാള സിനിമേൻ്റെ മേലെ. ഇപ്പം മലയാള സിനിമയിൽ ഒരു കടിഞ്ഞാണും ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റില്ല. ഏറ്റവും ഉദാഹരണം ഞാൻ പറയുമ്പോൾ ചിന്ത മാഡം പിണറായി വിജയൻ സർക്കാർ അത് ചെയ്ത് ഇത് ചെയ്തെന്ന് പറയുന്നുണ്ട്. പിണറായി സർക്കാർ ഉള്ള സമയത്ത് തന്നെ 4 മാസത്തോളം കയ്യിൽ തിയേറ്റർ പടം കിട്ടാതെ പൂട്ടി കിടക്കേണ്ടി വന്നത്. അപ്പോൾ അവർക്ക് ഇൻഡസ്ട്രിയിലെ നേരത്തെ പറഞ്ഞ ആൾക്കാരെ ഭയമാണ് ഗവൺമെൻറ്റിന്. അവിടെ ഒന്നും ചെയ്യാൻ കണ്ടു. ഗവൺമെൻറ് AK ബാലൻ മിനിസ്റ്ററായിരിക്കുന്ന സമയത്ത് 4 മാസം തിയേറ്റർ അടച്ചിട്ട് വന്നത്, പണം കൊടുക്കാതെ നിന്ന് പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും കൊടുത്ത് എന്തോ ചെറിയ ഇഷ്യൂവിൽ പണം കൊടുക്കാതെ നിന്ന് ആവുന്ന ശ്രമിച്ചിട്ടും പിണറായി അടക്കം ശ്രമിച്ചിട്ടും പണം കൊടുത്തിട്ടില്ല. അപ്പോൾ അപ്പോൾ ഗവൺമെൻറ്റിന് ഇടപെടാൻ പറ്റുന്നില്ല. മറ്റുള്ള എല്ലാ സ്റ്റേറ്റുകളിലും ഗവൺമെൻറ് ഇടപെടാൻ പറ്റും. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അപ്പം ഗവൺമെൻറ് ഇടപെടുമായിരിക്കും. ഇപ്പോൾ തമിഴ്നാട്ടിലായാലും കർണാടകത്തിലായാലും തെലുങ്കിലായാലും. ഇവിടെ അതില്ല. ഇവിടെ സ്വതന്ത്രമായിട്ട് വിട്ടിട്ടാണ് മലയാള ഇൻഡസ്ട്രിയെ. അപ്പോൾ എല്ലാവർക്കും അവർക്ക് ഇപ്പം 4.5 വർഷം ഈ ഏമ കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ട് അവിടെ പൂർത്തി വെക്കണമെങ്കിൽ അവർ ഏമ കമ്മിറ്റി ആ റിപ്പോർട്ട് പഠിച്ച സമയത്ത് അതിൽ അപകടം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. അവർക്ക് വേണ്ടപ്പെട്ട കൂട്ടരെല്ലാം പിന്നെ കൊടുക്കുന്നുണ്ട് തോന്നിയ സമയത്ത് ഏമ കമ്മിറ്റിനെ കൂടെ ഒരു ലെറ്റർ ചോദിച്ചു വാങ്ങിയതാണ്. ഒരിക്കലും ചെറിയ മീനല്ല. ഒരു കാര്യം മനസ്സിലാക്കോ, ആ ലെറ്റർ എഴുതി വാങ്ങിച്ചതാണ്. ആ ലെറ്റർ ചോദിച്ചു വാങ്ങിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച് കഴിഞ്ഞാൽ ഒരു കമ്മിറ്റി ആ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ സമർപ്പിക്കുന്ന ദിവസം ആ കമ്മിറ്റി പിരിച്ചുവിട്ടു. പിന്നെ അതിനുശേഷം കൊടുക്കുന്ന ഒന്നും ആ റിപ്പോർട്ടിന്റെ ഭാഗമോ കമ്മിറ്റിയുടെ ഭാഗമോ അല്ല. അതൊക്കെ ഇപ്പൊ ഞാൻ കൊടുക്കുന്നൊരു കത്ത് പോലെ ഉള്ളൂ. ഇപ്പൊ ഞാൻ കൊടുക്കണമെന്ന് പറഞ്ഞ് കൊടുക്കുന്ന കത്തിന്റെ അതേ വില മാത്രമേ ജസ്റ്റിസ് ഹേമ കൊടുത്ത കത്തിനും ഉള്ളൂ. അതിനും അല്ലാതെ ഒരു ലീഗൽ വാലിഡിറ്റി ഇല്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഗവൺമെന്റിന് ഒരു ആവശ്യമായിട്ട് വന്നിട്ട് ഒരു ലെറ്റർ എഴുതി വാങ്ങിച്ച് എന്തെങ്കിലും ചോദ്യം വന്നാൽ ഏമ കമ്മിറ്റിനെ അതേ ജസ്റ്റിസിന് ഒരു ലെറ്റർ തന്നിട്ട് പുറത്തുവിടാൻ പാടില്ലെന്നുള്ള കാരണം പറയാൻ വേണ്ടി എഴുതി വാങ്ങിച്ചത്. സർക്കാർ പിടിച്ചതൊരു വലിയ മത്സ്യത്തെയാ. പക്ഷെ ആ മത്സ്യം എടുത്ത് കരക്കടിപ്പിക്കാനും വയ്യ, കടലിൽ വിടാനും വയ്യ. അതാണ് അവസ്ഥയല്ലേ ചിന്ത? അതെ ഒരിക്കലും